സക്കാത്ത് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് അല്ല, ഒരു സാമ്പത്തിക സഹായം എന്നുള്ള പദ്ധതി അല്ല. സക്കാത്ത് എന്ന് പറഞ്ഞത് ഒരു എക്കണോമിക് റീഹാബിലിറ്റേഷനാണ്, മനുഷ്യൻ്റെ സാമ്പത്തികമായ പുനരധിവാസം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇതിന് സക്കാത്തിനെ കുറിച്ച് നമ്മൾ നാട്ടിൽ മാതിരിയല്ല, വെസ്റ്റേൺ കൺട്രീസിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ ആധികാരികമായ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഗ്ലോബലി, അതായത് ലോകത്തെ ആകമാനമെടുക്കാൻ രാജ്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 18-20% ആൾക്കാരുടെ കയ്യിലാണ് 80-85% രാജ്യത്തിൻ്റെ സ്വത്ത്. നമ്മൾ നാട്ടിലും വ്യത്യസ്തമല്ല, ചില രാജ്യങ്ങൾ ഇതിനേക്കാൾ മോശമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഇത്രയധികം വ്യത്യാസമുള്ള അവസ്ഥയിൽ, അൺഫോർച്ചുനേറ്റ്ലി ഓരോ കൊല്ലം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പോസ്റ്റ് കോവിഡ്, അതായത് കോവിഡിന് ശേഷമുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ കോവിഡ് കാലത്താണ് പണക്കാർ കൂടുതൽ പണം ഉണ്ടാക്കിയതും പാവങ്ങൾ കൂടുതൽ കഷ്ടപ്പെട്ടതും. നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യന് അസുഖമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഈ ഉള്ളവൻ അവൻ്റെ പണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 5% വരെ ഉള്ളവർക്ക് അവരുടെ ധനം കൂടി കോവിഡ് കാലത്ത് എന്നാണ് പറയുന്നത്, ഇല്ലാത്തവനെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇസ്ലാമിൻ്റെ ഈ ഏറ്റവും മഹത്തായമായ ഈ ഒരു സിസ്റ്റം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെയും നമ്മൾ തന്നെ മനസ്സിലാക്കാതെയും പോകുന്നുള്ളത്. ഈ ധനസഹായവും റീഹാബിലിറ്റേഷനും നിന്നുള്ള വ്യത്യാസം ഇമാം ഗസാലി വളരെ സുന്ദരമായി ഉദാഹരണത്തോടെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, ഞാൻ ഇവിടെ ഇതിനു മുമ്പ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അവൻ്റെ കച്ചവടം നശിച്ചു പോയാൽ, പൊളിഞ്ഞു പോയാൽ, ഇസ്ലാമിൻ്റെ സക്കാത്ത് വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റേഷൻ അരിക്ക് പൈസ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് സക്കാത്തിൻ്റെ ഫണ്ടെന്ന്. അദ്ദേഹത്തിന് ആ സ്വർണ്ണ കച്ചവടം രണ്ടാമത് ഉണ്ടാക്കാനുള്ള പൈസ സക്കാത്തിന് കൊടുക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താണ് ഈ എക്കണോമിക് റീഹാബിലിറ്റേഷനും എക്കണോമിക് അസിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആ രൂപത്തിൽ മനസ്സിലാക്കിയാൽ ഇന്ന് ലോകത്തിന് ആവശ്യമുള്ള ഏറ്റവും വലിയ ഒരു സിസ്റ്റമാണ് നമ്മുടെ സക്കാത്ത്. അതിൻ്റെ ബാക്കി വശങ്ങളൊക്കെ പണ്ഡിതരൊക്കെ പറഞ്ഞു. ഒരു കാര്യം കൂടി, ഇതിലും അപ്പുറം ഒരുപാട് എക്കണോമിസ്റ്റ്, അതായത് സാമ്പത്തിക ശാസ്ത്ര സക്കാത്തിനെ പറ്റി നേരത്തെ പറഞ്ഞ മാതിരി ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഡോക്ടർ AR ഫരീദിനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്, സക്കാത്തിൻ്റെ പൈസ 3-ൽ-അധികം ജനങ്ങൾക്ക് ഇങ്ങനെ സംഭാവനയായിട്ട് കൊടുക്കരുത്. മാക്സിമം 3-ൽ-1 കൊടുക്കാവൂ, ബാക്കി 2-ൽ-3-ൽ-2 റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത്. അതായത് അതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പൈസ ഉൽപ്പാദിപ്പിച്ചതിൽ അത് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് അതിൽ നിന്നുള്ള ലാഭം കൊണ്ടുവേണം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത്രയും ഒരു മൾട്ടിപ്പിൾ ഇഫക്റ്റുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് സക്കാത്ത്. ഇത് നിർഭാഗ്യവശാൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് ലോകത്ത് വെസ്റ്റേൺ കൺട്രീസിൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു വൺ ഓഫ് ദി മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ എക്കണോമിക് സിസ്റ്റമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ, ദി എക്കണോമിസ്റ്റ് മാതിരി, ലണ്ടനിൽ നിന്ന് വരുന്ന എക്കണോമിസ്റ്റ് മാതിരിയുള്ള ആധികാരിക പ്രസിദ്ധീകരണങ്ങൾ ഇസ്ലാമിക് എക്കണോമിക്സിനെ പഠിച്ചിട്ട് അറ്റ്ലീസ്റ്റ് കൊല്ലത്തിൽ 1-2 ആർട്ടിക്കിളൊക്കെ വരും. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കി ഈ സക്കാത്തിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരകൾ മാറ്റി അതിൻ്റെ നേരായ രീതിയിൽ നമ്മുടെ നാട്ടിൽ അത് നടപ്പാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കണം. ബൈത്തുൽ സക്കാത്ത് പോലുള്ള സംരംഭങ്ങൾ, അതിലെനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് കൂടുതൽ പോകാനുണ്ട്. ഏകദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി, സൈഡ് സാഹിബ് സൂചിപ്പിച്ച മാതിരി 10-25 കൊല്ലമായി മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇത് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നിട്ടും കേരളത്തിൽ ഇപ്പോൾ ബൈത്തുൽ സക്കാത്തിൻ്റെ കണക്കെടുക്കാത്ത തന്നെ -15% ഓഫ് ഈ കേരളത്തിൽ കൊടുക്കാനുള്ള 15% താഴത്തുള്ള സക്കാത്തെ സംഘടിതാവസ്ഥയിൽ പോകുന്നുള്ളൂ എന്നുള്ളതാണ് പരിതാപകരമായ കാര്യം. ആ അവസ്ഥ മാറേണ്ടതുണ്ട്. അത് മാറിയാൽ പടച്ചോൻ നമുക്ക് ഇതെന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം, അദ്ദേഹം ഉദ്ദേശിച്ച പ്രകാരം
ഈ സക്കാത്ത് പദ്ധതിയെ മനസ്സിലാക്കാനും നടപ്പാക്കാനും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഈ ഭവന പദ്ധതിയിൽ സക്കാത്ത് നൽകിയ എല്ലാവർക്കും പടച്ചവൻ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അവസരം തന്നതിന് ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.